ഓൺ ചെയ്തേ, വീഡിയോ ഓൺ ചെയ്തേ. ആകാശ്, മുഫീദ, എല്ലാരും ഓൺ ചെയ്തേ വീഡിയോ. ഓൺ ചെയ്തേ, ബാക്കിയുള്ളവർ വീഡിയോ ഓൺ ചെയ്തേ, വേഗാട്ടെ. വീഡിയോ ഓൺ ചെയ്യൂ. ആകാശ്, ധനിഷ്, ആനി, ലിനു, എല്ലാരും വീഡിയോ ഓൺ ചെയ്തേ. എന്താ അനുസരണയുള്ള പിള്ളേരാ. ഞാൻ ഇനി വീഡിയോ ഓൺ ചെയ്യാത്ത ഓരോരുത്തരായിട്ട് റിമൂവ് ചെയ്യാൻ പോവാണേ. ഇത് വീഡിയോ ഓൺ ചെയ്യാത്ത ആർക്കും അറ്റൻഡൻസ് ഇല്ല കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് വരികയാണ്. ഇന്ന് എന്താ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ GSTR 3B ആയിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത് അല്ലെ. ഇന്ന് ഇ-വേ ബിൽ എന്നുള്ള ടോപ്പിക്കാണ് കാണാനായിട്ട് പോകുന്നത് കേട്ടോ. അറിയോ എന്താണ് ഇ-വേ ബിൽ എന്നുള്ളത്? അറിയോ എന്താ ഇ-വേ ബിൽ? കേട്ടിട്ടുണ്ടോ? ഇ-വേ ബിൽ എന്ന് വെച്ചാൽ എന്താ? എന്താ ഇ-വേ ബിൽ? ഇലക്ട്രോണിക് ബിൽ. ഫുള്ളായോ? പറഞ്ഞു മുഫീദ. ഇലക്ട്രോണിക് വേ ഓഫ് ബിൽ, മൂവ്മെന്റ് ഓഫ് ഗുഡ്സിന് വേണ്ടിയിട്ട്. കറക്റ്റാ അല്ലെ. അതായത് നമ്മൾ ഗുഡ്സിന്റെ മൂവ്മെന്റ് നടക്കുന്ന സമയത്ത് ഇഷ്യൂ ചെയ്യുന്നതാണ് അല്ലെങ്കിൽ ജനറേറ്റ് ചെയ്യുന്നതാണ് ഇ-വേ ബിൽ. നമുക്ക് ഇലക്ട്രോണിക് ബിൽ എന്നല്ല, ഇലക്ട്രോണിക് വേ ബിൽ എന്നാണ് കേട്ടോ. ഇലക്ട്രോണിക് വേ ബിൽ എന്നാണ് അതിന്റെ ഷോർട്ട് ഫോം ആയിട്ട് പറയുന്നത്. അപ്പൊ എപ്പോഴാണ് നമുക്ക് ഈ ഇ-വേ ബിൽ ആവശ്യം വരുന്നത്? എപ്പോഴാണ്? നമ്മളുടെ GSTയുടെ അണ്ടറിൽ ഗുഡ്സിന്റെ മൂവ്മെന്റ് നടക്കുന്ന സമയത്ത് അല്ലെ. അതായത് ആ ഗുഡ്സിന്റെ കൺസൈൻമെന്റ് വാല്യൂ 50,000 എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? ആ ഗുഡ്സ് മൂവ്മെന്റ് നടത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇ-വേ ബില്ല് ജനറേറ്റ് ചെയ്യാറുണ്ട് അല്ലെ. അപ്പൊ എന്തൊക്കെ ടൈപ്പ്? അതിപ്പോ ഒരു സെയിൽ ആവണമെന്നൊന്നും ഇല്ല. സെയിൽ നടത്തുമ്പോഴാണ് അല്ലെങ്കിൽ ആ സെയിലിൽ വരുന്ന ഗുഡ്സിന്റെ മൂവ്മെന്റ് വരുമ്പോഴാണ് ഇ-വേ ബില്ല് ജനറേറ്റ് ചെയ്യേണ്ടതെന്നല്ല കേട്ടോ. അത് ചിലപ്പോ ഒരു സെയിൽ ആവാം, ഇനി അതർ ദാൻ സപ്ലൈ ആവാം. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ സ്റ്റോക്ക് ട്രാൻസ്ഫർ ഒക്കെ ചെയ്യാറുണ്ട്. ഒരു ഗോഡൌണിൽ നിന്ന് വേറൊരു ഗോഡൌണിലേക്ക് കൊണ്ടുപോകുന്നതാവാം. അങ്ങനെ സ്റ്റോക്ക് ട്രാൻസ്ഫർ വരുന്ന സമയത്ത് നമുക്ക് ഇ-വേ ബില്ല് ജനറേറ്റ് ചെയ്യേണ്ടി വരും. അതേപോലെ തന്നെ ഇൻവേർഡ് സപ്ലൈയുടെ കേസിലും അല്ലെ, സെയിലിന്റെ കേസിൽ മാത്രമല്ല, ഇൻവേർഡ് സപ്ലൈ ആണെങ്കിലും അവിടെ എന്ത് ജനറേറ്റ് ചെയ്യാറുണ്ട്? ഇ-വേ ബില്ല് ജനറേറ്റ് ചെയ്യാറുണ്ട്. അത് ഏതായിരിക്കും സിറ്റുവേഷൻ? നമ്മൾ സപ്ലൈ ചെയ്യുന്നത് നമ്മൾ ആ പർച്ചേസ് എടുക്കുന്നത് ഒരു അൺരജിസ്റ്റേർഡ് പേഴ്സന്റെ കയ്യിൽ നിന്നാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ആരായിരിക്കും? നമ്മൾ തന്നെയായിരിക്കും ഇ-വേ ബില്ല് ജനറേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇ-വേ ബില്ലിന് രണ്ട് പാർട്ടാണ് ഉള്ളത്. ഫസ്റ്റ് പാർട്ട് നമുക്ക് ഇൻവോയ്സും ചെല്ലാൻ ഡീറ്റെയിൽസും ഒക്കെ കൊടുക്കുന്നതാണ് ഫസ്റ്റ് പാർട്ട്. രണ്ടാമത്തെ പാർട്ട് ബി വരുന്നത് നമ്മളുടെ വെഹിക്കിൾ ഡീറ്റെയിൽസ് ആണ്. നമ്മൾ ആ കൊണ്ടുപോകുന്ന സാധനം കൊണ്ടുപോകുന്ന വെഹിക്കിൾ ഡീറ്റെയിൽസും ട്രാൻസ്പോർട്ടർ ഡീറ്റെയിൽസും ഒക്കെയാണ് പാർട്ട് ബിയിൽ വരിക. ഓക്കെ, അപ്പൊ ആർക്കൊക്കെ ഇത് ജനറേറ്റ് ചെയ്യാന്ന് ചോദിച്ചാൽ സപ്ലയർക്ക് ജനറേറ്റ് ചെയ്യാം, ട്രാൻസ്പോർട്ടർക്ക് ജനറേറ്റ് ചെയ്യാം, ഇനി അതല്ല ആ കൺസൈനിക്ക് ജനറേറ്റ് ചെയ്യാം. ആർക്ക് വേണമെന്നുണ്ടെങ്കിലും എന്ത് ചെയ്യാം? ഇ-വേ ബില്ല് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഈ ഇ-വേ ബില്ല് എങ്ങനെയാണ് നമ്മൾ ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ കാണാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ ഇ-വേ ബില്ല് എന്താണെന്നുള്ളത് മനസ്സിലായോ നിങ്ങൾക്ക്? ഇ-വേ ബില്ല് എന്താണെന്നുള്ളത് ഓക്കെ ആണോ? എന്താണ്, എപ്പോഴാണ് അത് ജനറേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് ഓക്കെ ആണോ?
എല്ലാവർക്കും? ഓക്കെ. അപ്പോ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ഇ വേ ബിൽ എങ്ങനെ ജനറേറ്റ് ചെയ്തെടുക്കാം എന്നുള്ളത് നോക്കാം കേട്ടോ. അപ്പൊ ഇത് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇ വേ ബില്ലിന്റെ തന്നെ സൈറ്റ് ഉണ്ട്. ഇ വേ ബിൽ ജസ്റ്റ് നിങ്ങൾ ഗൂഗിളില് ഇ വേ ബിൽ എന്ന് അടിച്ച് നോക്കിയാൽ മതി. ഇതാണ് ഇ വേ ബില്ല് ജനറേറ്റ് ചെയ്യാനുള്ള സൈറ്റ് വരുന്നത് കേട്ടോ. ഇവിടെ നമ്മൾ ലോഗിൻ ചെയ്യണം ഫസ്റ്റ്. ഓക്കെ, ഇത് നമ്മുടെ ഒറിജിനൽ സൈറ്റ് ആണ്. ഇവിടെ നമുക്ക് ലോഗിൻ ചെയ്യാന്നുള്ളത് പോസിബിൾ അല്ല. നമ്മൾ ഇത് ചെയ്യുന്നത് എവിടെയാ? നമ്മളുടെ സിമുലേഷൻ സോഫ്റ്റ്വെയറിലായിരിക്കും ചെയ്യുക. ഇവിടെ എന്ത് ചെയ്യുന്നു? ലോഗിൻ ചെയ്യാൻ പറ്റും. യൂസർ നെയിമും പാസ്വേഡും ക്യാപ്ച കോഡും ഒക്കെ കൊടുത്തിട്ട് എന്ത് ചെയ്യാം? ലോഗിൻ ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോ റിയൽ സൈറ്റ് കിട്ടാൻ നിങ്ങൾ ജസ്റ്റ് ഇ വേ ബിൽ നിന്ന് നമ്മളുടെ സൈറ്റ് ഗൂഗിളിൽ ഒന്ന് അടിച്ചു നോക്കിയാൽ മതി. അത് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് നമ്മളുടെ സിമുലേഷൻ സോഫ്റ്റ്വെയറിലേക്ക് വരാം. എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. ഒരു സെക്കൻഡ്. ഞാൻ പ്രാക്ടീസ് പോർട്ടിലേക്ക് ഒന്ന് ലോഗിൻ ആക്കട്ടെ. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഇ വേ ബിൽ നിങ്ങൾ ഇവിടെ MH ട്രേഡേഴ്സിന്റെ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. MH ട്രേഡേഴ്സിന്റെ ഫസ്റ്റ് ഞാൻ ആ ക്വസ്റ്റ്യൻ ഒന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. MH ട്രേഡേഴ്സിന്റെ ക്വസ്റ്റ്യൻ ഡൗൺലോഡ് ചെയ്തെടുത്തു. ക്വസ്റ്റ്യൻ ഡൗൺലോഡ് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് അറിയാലോ, അതേപോലെ ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഓക്കെ, ഇതാണ് ഞാൻ ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ അവിടെ പറഞ്ഞിട്ടുണ്ട് ഇറ്റ് ഈസ് എ പാർട്ട്ണർഷിപ്പ് ഫേം ഡീലിംഗ് വിത്ത് ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ഹാവിംഗ് പ്ലേസ് ഓഫ് ബിസിനസ് ഇൻ ആലുവ. They receive an order from JMart as an accountant of MH Traders. Please generate an e-way bill to transport goods from Aluva to Maharajas Junction, എറണാകുളം. അപ്പൊ ഓർഡർ നമുക്ക് വന്നേക്കുന്നത് എറണാകുളത്ത് നിന്നാണ്. നമ്മൾ എന്ത് ചെയ്യണം? ആലുവയിൽ നിന്ന് നമ്മളുടെ ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് പോവാം. അപ്പൊ 50,000 മേലെ കൺസൈൻമെന്റ് വാല്യൂ വരുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഇ വേ ബില്ല് ജനറേറ്റ് ചെയ്യണം. അപ്പൊ ഇ വേ ബില്ല് ജനറേറ്റ് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ആണ് ഇവിടെ തന്നേക്കുന്നത്. അപ്പൊ ജസ്റ്റ് നിങ്ങൾ ഒരു സെക്കൻഡ് അതൊന്ന് റീഡ് ചെയ്ത് നോക്കുക കേട്ടോ. ഒരു സെക്കൻഡ്. ഓക്കെ, കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. അപ്പൊ ഫസ്റ്റ് നമുക്ക് ഇവിടെ ലോഗിൻ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ഞാനിപ്പോ കാണിച്ചായിരുന്നു ലോഗിൻ ചെയ്യുന്നത് ഒറിജിനൽ സൈറ്റിൽ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അതേപോലെ ലോഗിൻ ആക്കാം. പിന്നെ ഡിസ്പാച്ച് ഡീറ്റെയിൽസ്, നമ്മൾ ആ ഗുഡ്സ് റിസീവ് ചെയ്യുന്ന ആളുടെ ഇൻഫർമേഷൻസ് തന്നിട്ടുണ്ട്. നമ്മൾ എന്ത് പ്രൊഡക്റ്റ് ആണ് അതിലെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളതുണ്ട്. ട്രാൻസ്പോർട്ടേഷൻ ഡീറ്റെയിൽസും ഉണ്ട്. ഇ വേ ബിൽ ജനറേഷൻ എന്ന് പറയുന്നത് വലിയ ടാസ്ക് ഒന്നുമില്ല, വളരെ ഈസിയാണ് കേട്ടോ. ഈ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മുടെ സൈറ്റിലേക്ക് നേരെ അപ്ഡേറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഓക്കെ, അപ്പൊ ഇത് എങ്ങനെയാ ചെയ്യാന്നുള്ളത് നോക്കാം. ഞാൻ നേരെ പ്രാക്ടീസ് പോർട്ടിൽ വരുന്നു. MS ട്രേഡേഴ്സിന്റെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുത്തത്. നമുക്കത് റൺ ചെയ്യാം. ഓക്കെ, ഇവിടെ ലോഗിൻ ആക്കാം കേട്ടോ. നമ്മളുടെ ലോഗിൻ ID പാസ്വേഡ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇതാണ് യൂസർ ID, ഇതാണ് പാസ്വേഡ്. ഓക്കെ, അതെന്ത് ചെയ്യാ? ഇവിടെ ഫീഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ക്യാപ്ച കോഡ് കൊടുക്കുക. തൊട്ട് താഴെ തന്നെ തന്നിട്ടുണ്ട് Q3LGX. ഇതാണ് നമ്മളുടെ ക്യാപ്ച കോഡ്. അവിടെ എന്ത് ചെയ്യാ? നമ്മളുടെ ക്യാപ്ച കോഡ് കൊടുക്കുക. അതിനുശേഷം ലോഗിൻ ചെയ്യാം. ലോഗിൻ ക്യാപ്ച കോഡ് കൊടുത്തിട്ട് ലോഗിൻ. ചെറിയ ഇൻഫർമേഷൻസ് ഒക്കെ വരുവേ, അത് നിങ്ങൾ ഓക്കെ കൊടുത്ത് വിട്ടാൽ മതി. ഓക്കെ,
ഓക്കെ, അപ്പൊ ഇ വേ ബില്ലിന്റെ ഹോം പേജ് ആണിത്, ഡാഷ്ബോർഡ് എന്ന് പറയും. ഇവിടെ നമുക്ക് കുറെ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. നമ്മൾ ജനറേറ്റ് ചെയ്ത ഇ വേ ബിൽസ്, അതേപോലെ നമ്മൾ ക്യാൻസൽ ചെയ്തതുണ്ടെങ്കിൽ, റിജക്ട് ചെയ്തതുണ്ടെങ്കിൽ, അങ്ങനെ ഓരോന്നും നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ ലേറ്റസ്റ്റ് ആയിട്ട് ഇതിൽ വരുന്ന അപ്ഡേറ്റ്സും നമുക്ക് ഇവിടെ നിന്ന് തന്നെ അറിയാനായിട്ട് പറ്റും. ഇ വേ ബില്ലിന്റെ സൈറ്റിൽ നിന്ന് തന്നെ നമുക്കറിയാം. ഇനി അതിൽ പുതിയതായിട്ട് നമ്മൾ രജിസ്ട്രേഷൻ നടത്തുകയാണെന്നുണ്ടെങ്കിൽ ദാ ഇവിടെ രജിസ്ട്രേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട്. നമ്മളിപ്പോ ഇവിടെ ലോഗിൻ ചെയ്തത് ഇ വേ ബില്ല് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ദാ ഇവിടെ ഇ വേ ബിൽ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട്, അതെടുക്കാം. ഇ വേ ബിൽ, അവിടുന്ന് ജനറേറ്റ് ന്യൂ. ഇ വേ ബിൽ എടുക്കുക, അവിടുന്ന് ജനറേറ്റ് ന്യൂ എന്നുള്ളത് എടുക്കാം. ഇ വേ ബിൽ, ദെൻ ജനറേറ്റ് ന്യൂ. ഇ വേ ബിൽ, അവിടുന്ന് ജനറേറ്റ് ന്യൂ എന്നുള്ളത് എടുക്കാം. ഇവിടെ കണ്ടോ, ഈ ഫീൽഡുകൾ റിക്വയർഡ് ആയിട്ട് കിടക്കുന്ന കുറെ ഫീൽഡുകൾ ഉണ്ട്. അതാണ് ഈ റെഡ് കളറിൽ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചേക്കുന്നുണ്ടോ. ഓക്കെ, അതേപോലെ ചില ഗ്രീൻ കളർ ഫീൽഡുകളും ഉണ്ട് കേട്ടോ. ഈ റെഡ് കളറിലേത് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യണത് ഇ വേ ബില്ല് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി മാൻഡേറ്ററി ആയിട്ടുള്ള ഫീൽഡുകളാണ്. റെഡ് കളറിൽ ഒരു ചെറിയ ഡോട്ട് ഐക്കൺ തന്നേക്കുന്നത്. ഗ്രീൻ കളറ് നമ്മൾ GSTR 1 റിലേറ്റ് ചെയ്തിരിക്കുന്നതാണ്. അപ്പൊ ഇവിടെ ഈ റെഡ് കളറിലുള്ള എല്ലാ ഫീൽഡുകളും എന്ത് ചെയ്യണം, നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വരുന്നത് സപ്ലൈ ടൈപ്പ് ആണ്, ഔട്ട്വേർഡ് സപ്ലൈ ആണ്. സോ ഔട്ട്വേർഡ് എന്നുള്ളത് കൊടുക്കാം, ഔട്ട്വേർഡ്. ഓക്കെ, അതേപോലെ സബ് ടൈപ്പ് വരുന്നത് സപ്ലൈ തന്നെ. ഓക്കെ, ഇനി ഡോക്യുമെന്റ് ടൈപ്പ് ടാക്സ് ഇൻവോയ്സ്, ഡോക്യുമെന്റ് നമ്പർ, അത് നമ്മളുടെ ക്വസ്റ്റ്യനകത്തുണ്ട്. ഡോക്യുമെന്റ് നമ്പർ 1 2 3 4, ഇതാണ് നമ്മളുടെ ഡോക്യുമെന്റ് നമ്പർ. 1 2 3 4 കൊടുക്കുക. ഡോക്യുമെന്റ് ഡേറ്റ് അവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് വന്നിട്ടുണ്ട്. അതേപോലെ ട്രാൻസാക്ഷൻ ടൈപ്പ് കൊടുക്കാം. പിന്നെ നമ്മളുടെ ബിൽ ഫ്രം, നമ്മളുടെ അഡ്രസ്സ് കാര്യങ്ങൾ ഇവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് വന്നിട്ടുണ്ട്. MS ട്രേഡേഴ്സ്, നമ്മളുടെ GST നമ്പർ ഉണ്ട്, സ്റ്റേറ്റ് ഏതാണെന്നുള്ളതും ഉണ്ട്, ബിൽ ഫ്രം എന്നുള്ളത്. ഓക്കെ, ഇനി അടുത്തത് ഡിസ്പാച്ച് ഫ്രം കൊടുക്കാം. ഡിസ്പാച്ച് ഫ്രം, ഇതാണ് ഡിസ്പാച്ച് ഫ്രമിന്റെ ഡീറ്റെയിൽസ്. ഞാനിത് അങ്ങ് ഒന്നിച്ച് കോപ്പി ചെയ്തിട്ട് നമുക്ക് വേണ്ടത് അവിടെ നിന്ന് അങ്ങോട്ട് ഫിൽറ്റർ ചെയ്യാം. ഓക്കെ, ഇപ്പൊ ഡിസ്പാച്ച് ഫ്രം ഡീറ്റെയിൽസ് കൊടുക്കുക, അഡ്രസ് കാര്യങ്ങളൊക്കെ കൊടുക്കുക. സോറി, അതറിയാതെ റിഫ്രഷ് ആയി പോയേ, ഒന്നുകൂടെ എടുക്കാം. ജനറേറ്റ് ന്യൂ, ഡോക്യുമെന്റ് നമ്പർ 1 2 3 4, അഡ്രസ്. ഞാൻ സ്ക്രോൾ ചെയ്തപ്പം റിഫ്രഷ് ആയി പോയത്. ഓക്കെ, അഡ്രസ് കൊടുക്കാം. പ്ലേസ് കാര്യങ്ങളെല്ലാം കൊടുത്തു. ഓക്കെ, ഇനി പിൻകോഡ് കൊടുക്കുക, അതും ഇവിടെ ഉണ്ട്. എല്ലാം നമ്മളുടെ ക്വസ്റ്റിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിൻകോഡ് കൊടുക്കുക, സ്റ്റേറ്റ് ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ വന്നിട്ടുണ്ട്. ഇനി അടുത്തത് ബിൽ ടു. ഓക്കെ, ഇപ്പൊ ബിൽ ടുവിന്റെ ഡീറ്റെയിൽസ് കൊടുക്കാം. റെസിപ്പിയന്റ് ഇൻഫർമേഷൻ ആണ് ബിൽ ടു വരിക. അപ്പൊ ഇവിടെ ബിൽ ടു ഷിപ്പ് ടു എന്ന് പറഞ്ഞിട്ട് 2 ഓപ്ഷൻ ഉണ്ട്. അത് എന്ത് ചെയ്യാം, നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. ആരുടെ പേരിലാണ് നമ്മൾ ഈ ബില്ല് വരുന്നതെന്നുള്ളത്. ഫസ്റ്റ് നമുക്ക് പാർട്ടി ജയമാർട്ട് ആണ്, ജയമാർട്ടിനെ കൊടുക്കുക. പിന്നെ ഉള്ളത് GST നമ്പർ, GST നമ്പർ കൊടുക്കാം. ഇപ്പൊ GST നമ്പർ കൊടുക്കുന്നത് കറക്റ്റ് ആയിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. കാരണം നമ്മൾ അവിടെ GST നമ്പർ ഫില്ല് ചെയ്യുമ്പോൾ തന്നെ അത് ലോക്ക് ആവും ആ ഫീൽഡ്. പിന്നീട് നമുക്ക് എഡിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇത് ഫുള്ള് റിഫ്രഷ് ചെയ്ത് ചെയ്യേണ്ടതായിട്ട് വരും, ഒന്നുകൂടെ ഒന്നേന്ന് ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ട് GST നമ്പർ കൊടുക്കുന്നത് കറക്റ്റ് ആയിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. സ്റ്റേറ്റ് കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് റെസിപ്പിയന്റിന്റെ അഡ്രസ്സ് കാര്യങ്ങൾ കൊടുക്കാം. കോപ്പി ചെയ്തു. മഹാരാജാസ് ജംഗ്ഷൻ, എറണാകുളം.
പ്ലേസ് കൊടുക്കാം. ദെൻ ഇതിന്റെയും പിൻകോഡ് കൊടുക്കാം. സ്റ്റേറ്റ്. ഓക്കെ, എല്ലാ ഡീറ്റെയിൽസും കൊടുത്തു. അപ്പൊ നമ്മളുടെ സപ്ലയർ ഡീറ്റെയിൽസും കൊടുത്തു, അതേപോലെ റെസിപ്പിയന്റിന്റെ ഡീറ്റെയിൽസും കൊടുത്തു. ഇനി നെക്സ്റ്റ് വരുന്നത് നമ്മളുടെ പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ് ആണ്. നമുക്കിനി ഐറ്റം ഡീറ്റെയിൽസ് കൊടുക്കാം. നമ്മൾ 32 ഇഞ്ച് സ്മാർട്ട് ടി വി ആണ് സപ്ലൈ ചെയ്യുന്നത്. സോ അതവിടെ കൊടുക്കുക. ദെൻ HSN കോഡ് കൊടുക്കാം. HSN കൊടുത്തു. ദെൻ ക്വാണ്ടിറ്റി വരുന്നത് 15 ആണ്, 15 കൊടുക്കാം. ഓക്കെ, യൂണിറ്റിന്റെ അവിടെ ഇൻവോയ്സ് എന്ന് കൊടുക്കുക കേട്ടോ. നമ്പേഴ്സ്, അതായത് നമ്മുടെ യൂണിറ്റ് ഓഫ് മെഷർ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോ ഈ ഒരു പ്രൊഡക്റ്റിന്റെ ഒരു ഇത് വെച്ചിട്ടാണ് നമ്പേഴ്സ് 50 നമ്പേഴ്സ് ആ വരിക. സോ ഇവിടെ NOS നമ്പേഴ്സ് എന്ന് കൊടുക്കാം. ഇനി ഇവിടെ ടാക്സബിൾ വാല്യൂ കൊടുക്കാം. ക്വാണ്ടിറ്റി 14 അല്ല 15. NOS എന്ന് കൊടുക്കുക. ടാക്സബിൾ വാല്യൂ 15,000 രൂപ വെച്ചിട്ടാണ് ടിവിക്ക് വരുന്നത്. ഓക്കെ, അപ്പൊ 15 എണ്ണം 15,000 രൂപ വെച്ചിട്ടാണ്. സോ 2,25,000 എന്ന് കൊടുക്കാം. 2,25,000. പിന്നെയുള്ളത് GST, ടാക്സ് റേറ്റ് ആണ് കൊടുക്കേണ്ടത്. CGST SGST ആണെങ്കിൽ അവിടെ കൊടുക്കുക, IGST ആണെന്നുണ്ടെങ്കിൽ ഇവിടെ കൊടുക്കുക. നമ്മുടെ കേരളത്തിൽ തന്നെ ആയതുകൊണ്ട് CGST SGST ആണ്. 18% ആണ് ടാക്സ് റേറ്റ് വരുന്നത്. സോ CGST ആൻഡ് SGST ഇവിടെ 9+9 എന്നുള്ളത് കൊടുക്കുക. സെസ്സോ കാര്യങ്ങളോ ഒന്നുമില്ല, IGST ഒന്നുമില്ല. ഇവിടെ ടാക്സ് എമൗണ്ടും കാര്യങ്ങളും എല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മളുടെ ഐറ്റം ഡീറ്റെയിൽസ് ആയി. അതേപോലെ തന്നെ എന്താണ് നമ്മളുടെ സപ്ലയർ റെസിപ്പിയന്റ് ഡീറ്റെയിൽസ് വരെ നമ്മൾ ഫില്ല് ചെയ്തു. ഇനി ട്രാൻസ്പോർട്ടർ ID അതുണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി കേട്ടോ. ട്രാൻസ്പോർട്ടർ ID നെയിമും ഒക്കെ നമുക്ക് വരുന്നത് നമ്മൾ ഈ സപ്ലൈ നടത്താൻ വേണ്ടിയിട്ട് നമ്മളൊരു തേർഡ് പാർട്ടീനെ ഏൽപ്പിക്കുകയാണെന്ന് വിചാരിക്കുക. നമുക്കറിയാം ഈ സാധനങ്ങളൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന കമ്പനീസ് ഒക്കെ ഉണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ നമ്മളൊരു ട്രാൻസ്പോർട്ടിങ് ഏജൻസിനെയോ മറ്റോ കണക്ട് ചെയ്തിട്ടാണ് ഈ സപ്ലൈ നമ്മളുടെ കയ്യിൽ നിന്ന് കസ്റ്റമറുടെ കയ്യിൽ എത്തിക്കുന്നതെന്നുണ്ടെങ്കിൽ മാത്രം ഇവിടെ ട്രാൻസ്പോർട്ടർ IDയും ട്രാൻസ്പോർട്ടർ നെയിമും കൊടുത്താൽ മതിയാവും. അല്ലാന്നുണ്ടെങ്കിൽ അതവിടെ ഒന്നും കൊടുക്കണ്ട, ബ്ലാങ്ക് ആയിട്ട് ഇട്ടാൽ മതി. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിൽ അങ്ങനെയൊന്നും മെൻഷൻ ചെയ്യാത്തത് കൊണ്ട് നമ്മളത് കൊടുക്കുന്നില്ല. പിന്നെയുള്ളത് അപ്രോക്സിമേറ്റ് ഡിസ്റ്റൻസ് ഇൻ കിലോമീറ്റർ, അതായത് ആ ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്ന ദൂരം എത്രയാണെന്നുള്ളതാണ് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പൊ നമ്മുടെ റിയൽ സൈറ്റില് ഓട്ടോമാറ്റിക് ആയിട്ട് ഇവിടെ ഒരു കിലോമീറ്റർ വന്നിട്ടുണ്ടാവും. ഓക്കെ, അതെങ്ങനെയാന്ന് വെച്ചാല് നമ്മൾ സപ്ലയറുടെ പിൻകോഡും കൊടുക്കുന്നുണ്ട്, റെസിപ്പിയന്റിന്റെ പിൻകോഡും കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ പിൻകോഡ് വെച്ചിട്ടാണ് ഇവിടെ എന്ത് വരുന്നത്, കിലോമീറ്റർ വരുന്നത്, ഓട്ടോമാറ്റിക് ആയിട്ട് അപ്ഡേറ്റ് ആവുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ഇവിടെ അത് മാനുവൽ ആയിട്ട് കൊടുക്കണം 24. ഓക്കെ, ഇനി പാർട്ട് ബിയില് ട്രാൻസ്പോർട്ടേഷൻ ഡീറ്റെയിൽസ് ആണ്. നമ്മളുടെ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ എങ്ങനെയാണ് കൊണ്ടുപോവുക, റോഡാണോ റെയിലാണോ അതോ എയർ മാർഗമാണോ എങ്ങനെയാണെന്ന് നമ്മൾ അവിടെ മെൻഷൻ ചെയ്യാം. ഓക്കെ, അപ്പൊ അതിലേക്ക് വരാം. അതിനു മുന്നേ നമ്മൾ ഇത്രയും ഫില്ല് ചെയ്ത ഡീറ്റെയിൽസ് ഒന്ന് നോക്കിയേ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്നൊന്ന് നോക്കാം കേട്ടോ. പിൻകോഡ് മാറിപ്പോയോ? ഒന്നും വന്നില്ല അല്ലെ. താങ്ക് യു. ഓക്കെ, ഞാൻ അത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ലേ. ഓക്കെ, അപ്പൊ ഇതുവരെയുള്ള ഡീറ്റെയിൽസ് ഒന്ന് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്നുള്ളത് നോക്കുക കേട്ടോ. ബിൽ ഫ്രം, ബിൽ ടു, ഐറ്റം ഡീറ്റെയിൽസ്, ട്രാൻസ്പോർട്ടേഷൻ ഡീറ്റെയിൽസ് നമ്മൾ കൊടുത്തിട്ടില്ല, എന്താണെന്നുള്ളത് മനസ്സിലാക്കുക തൽക്കാലം. ഓക്കെ, പിന്നെ വരുന്നത് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആണ്. റോഡ് മാർഗമാണെങ്കിലോ അല്ലെങ്കിൽ റെയിലാണോ എയർ ആണോ, ഷിപ്പ് ഓർ ഷിപ്പ് കം റോഡ്, അതായത് കുറച്ച് ഷിപ്പിൽ വന്നിട്ട് ബാക്കി ചിലപ്പോൾ റോഡ് മാർഗമായിരിക്കും അല്ലെങ്കിൽ റെയിൽ മാർഗം ഒക്കെ ആയിരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത്. അപ്പൊ നമ്മളുടെ കേസ് റോഡ് മാർഗം തന്നെയാണ്. സോ ഞാൻ ഇവിടെ റോഡ് എന്നുള്ളത് തന്നെയാണ് കൊടുത്തേക്കുക. ഇനി വെഹിക്കിൾ നമ്പർ കൊടുക്കാം. വെഹിക്കിൾ നമ്പർ അതും നമ്മളുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. വെഹിക്കിൾ നമ്പർ കൊടുക്കാം. വെഹിക്കിൾ നമ്പർ കൊടുക്കാം. ഓക്കെ, ഇത്രയുമാണ്
മിനിമം ഒരു ഇ വേ ബില്ല് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. ഇതെല്ലാം ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് നേരെ സബ്മിറ്റ് കൊടുക്കാം. അത് സബ്മിറ്റ് ചെയ്യണതിന് മുന്നേ ഇതിന്റെ പ്രിവ്യൂ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുത്ത് നോക്കാം കേട്ടോ. ദാ ഇവിടെ പ്രിവ്യൂ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട്, പ്രിവ്യൂ എടുക്കാം. ഓക്കെ, അവിടെ മെസ്സേജ് വരുന്നത് ഓക്കെ കൊടുത്ത് വിട്ടാൽ മതി. ഇതാ അതിന്റെ ഒരു പ്രിവ്യൂ ഇവിടെ നമുക്ക് കിട്ടും. അതിൽ ഫുള്ള് ചെക്ക് ചെയ്തിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ എഡിറ്റ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ബാക്ക് എടുത്തിട്ട് ഇവിടെ വേണ്ട ചേഞ്ചസ് എന്താണോ അത് വരുത്തുക കേട്ടോ. ഓക്കെ, ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് സബ്മിറ്റ് കൊടുക്കാം, ഓക്കെ കൊടുക്കാം. ഇതാണ് നമ്മളുടെ ഇ വേ ബിൽ. ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, പ്രിന്റ് എടുക്കാം. നമ്മളുടെ പ്രിന്ററുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് പ്രിന്റ് ചെയ്ത് കിട്ടും. നമുക്കിവിടെ പ്രിന്ററായിട്ട് കണക്ട് ചെയ്തിട്ടില്ല, സോ ഇത് എന്ത് ചെയ്യാം, PDF ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ സേവ് ചെയ്ത് വെക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, ഇവിടുന്ന് എക്സിറ്റ് അടിച്ച് പോയി കഴിഞ്ഞാൽ നമ്മളുടെ ആ പേജ് ഫുള്ള് ലോഗൌട്ട് ആവും. വീണ്ടും നിങ്ങൾക്ക് അടുത്തത് ചെയ്ത് നോക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും കൂടെ പ്രാക്ടീസ് ബോട്ടിൽ നിന്ന് കയറി ചെയ്യേണ്ടതായിട്ട് വരും. ഇത്രയേ ഉള്ളൂ ഇ വേ ബിൽ ജനറേറ്റ് ചെയ്യാനായിട്ട്. ക്ലിയർ ആണോ? ഇ വേ ബിൽ ജനറേഷൻ ഓക്കെ ആണോ? ഓക്കെ, അപ്പോ ഇ വേ ബില്ലിന്റേത് ചെയ്ത് നോക്കാം. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ. ദെൻ നമ്മളുടെ ഇന്നോടുകൂടി നമ്മളുടെ GST ഫയലിംഗിന്റെ ക്ലാസ് കഴിഞ്ഞു. നമ്മൾ നിലവിൽ ഇപ്പൊ GSTR 1 ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ഫയലിംഗ് പഠിച്ചിട്ടുണ്ട്. ദെൻ GSTR 3B കണ്ടു, ഇ വേ ബില്ലും കണ്ടു. ഇത്രയുമാണ് നമുക്ക് GST ഫയലിംഗിന്റെ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട് വരാനുള്ളത് കേട്ടോ. അപ്പൊ നാളെ നിങ്ങൾക്ക് AIXLന്റെ ക്ലാസ് ആണ്. അപ്പൊ അതിലേക്ക് വരുന്നതിന് മുന്നേ നാളെ അതിന് വേണ്ടിയിട്ടുള്ള വർക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ചെയ്യാനായിട്ട്. സോ ഇന്നുകൊണ്ട് എല്ലാവരും GST ഫയലിംഗ് കംപ്ലീറ്റ് ആക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ബാക്കി സെന്റേഴ്സിൽ നിന്നുള്ളവർക്ക് ലീവ് ചെയ്യാവുന്നതാണ്.